കുഴപ്പമില്ല. ഇഷ്ടപ്പെട്ടോ? ഓ ഇഷ്ടപ്പെട്ടു, കുഴപ്പമില്ല. ഇഷ്ടമായി. എനിക്ക് മൊത്തത്തിൽ ഇഷ്ടമായി. നല്ല സിനിമയായിട്ട് തോന്നി. വേറെ ഒന്നുമില്ല, എല്ലാവരും കൊള്ളാം. നല്ല ആക്ടിങ് ആണ്, അഭിനയമാണ് ഏറ്റവും നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടത്. പിന്നെ ടെക്നിക്കൽ സൈഡും നല്ലതാണ്. മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് സ്കോറും എല്ലാം കൊള്ളാം. എഡിറ്റിങ് എനിക്ക് നല്ല ഇഷ്ടമായി. എല്ലാത്തരം പ്രേക്ഷകരും ചിലപ്പോൾ ഇഷ്ടപ്പെടാൻ സാധ്യത കുറവാണ്. ഇതിനായിട്ടുള്ള കുറച്ച് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഉണ്ടാവുമല്ലോ, അങ്ങനെയാന്ന് തോന്നുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല ചിലപ്പോൾ. എനിക്കിഷ്ടമായി. കൊള്ളാം, നല്ല പടം. ഫാമിലി ക്രൈം ത്രില്ലറാണ്. കൊള്ളാം, കുഴപ്പമില്ല. പെർഫോമൻസ് ഒക്കെ നല്ലതാണ്, എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു പടം? കൊള്ളാം. എന്താണ് ഇഷ്ടപ്പെട്ട പടത്തിൽ? പടത്തിൽ റഹ്മാൻ്റെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടു. ഭാവനയും കൊള്ളാം. ഫസ്റ്റ് ഹാഫ് ചെറിയ ലാഗ് ഫീൽ ചെയ്യുമെങ്കിലും സെക്കൻഡ് ഹാഫ് സൂപ്പറാണ്. ഭാവനയൊക്കെ ചെയ്യുന്നുണ്ട്. നൈസാണ്. കുറേ നാൾക്ക് ശേഷം വന്നുകൊണ്ട് നല്ലൊരു ഇതാണ്, നല്ലൊരു കംബാക്ക് എന്ന് പറയാം. അനോമിന നല്ല സിനിമ. ശരിക്കും കുറച്ച് വർഷത്തിന് ശേഷം ഭാവനയുടെ ഒരു കംബാക്ക് തന്നെയായിരിക്കും. ഭാവനയുടെ മാത്രം കംബാക്ക് അല്ല, റഹ്മാൻ്റെയും കൂടി. ഒരു സഹനടനിൽ നിന്ന് മാറി റഹ്മാൻ ഭയങ്കരമായിട്ട് തിളങ്ങിയിട്ടുണ്ട്. നൈസ് ത്രില്ലിംഗ് മൂവി. ഇറ്റ്സ് സംതിങ്. എല്ലാം ഡിഫറെൻറ്റ് മൂവീസാണ്. രസമുണ്ട്. എല്ലാം ഒരു ത്രില്ലിംഗ് മൂവിയാണ്. അതിൻ്റെ ആ കണ്ടൻറ് ഇറ്റ്സ് വെരി നൈസ്. ആ എൻഡിങ്ങിൽ വരുമ്പോൾ ഒരു പഞ്ച് കണ്ടൻറ് ഉണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കപ്പെടാത്തൊരു കണ്ടൻറ്റാണത്. അത് പറഞ്ഞാൽ സ്പോയിലർ ആവും. സൂപ്പർ. ഭാവന തിരിച്ചു വന്നതായിട്ടാണ് തോന്നുന്നത്. ത്രില്ലിംഗ് ആണ്. മെയിനായിട്ട് ഈ പടത്തിൽ കയറാൻ കാര്യമെന്ന് വെച്ചാൽ ഗോളം. ആ ഒരു സിനിമയുടെ ആ ഒരു മേക്കിങ്ങും ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് കയറുന്നത്. പക്ഷേ എന്താണെന്നില്ല, പടത്തിൻ്റെ ഒരു സംഭവവും കാര്യങ്ങളെല്ലാം ഒരു സെറ്റാക്കി അവർ എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഫസ്റ്റ് ഹാഫ് നല്ല ലാഗുണ്ട്. ഈ ലാഗ് കൊണ്ട് മാത്രമാണ് ഈ പടം ഇത്രയും മോശമായിട്ടൊക്കെ ഒരു ഫീൽ വന്നത്. എന്നിരുന്നാൽ പോലും പടം സെക്കൻഡ് ഹാഫും ക്ലൈമാക്സ്, അതായത് ടെയിൽ ആൻഡ് ക്ലൈമാക്സും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നന്നായിരുന്നു. പടം നല്ല രീതിയിൽ ഒരു ഹോളിവുഡ് ലെവലിൽ ഒരു കൊണ്ടുവരാനായിട്ട് അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് ഹാഫൊക്കെ ഒരു നല്ല രീതിയിൽ ഒരു വെറൈറ്റി കണ്ടൻറ്റും ആ ഒരു രീതിയിലൊക്കെ കൊണ്ടുവന്നെങ്കിൽ ഈ ലാഗ് കാരണം നമുക്കതൊന്നും ഒരുപാട് പേർക്ക് കണക്റ്റ് ആകില്ല പടം. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ വിഷയം എന്ന് വെച്ചാൽ ഈ പടത്തിൽ തന്നെ ഒരുപാട് റിപ്പീറ്റ്, ഒരു വോയിസിൻ്റെ ഒരു സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ഒരുപാടായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ റിപ്പീറ്റായിട്ട് അത് കേൾക്കുന്നു. അതൊക്കെ ഒരു ഇറിറ്റേഷൻ ഫീലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. മൊത്തത്തിൽ പറഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് ഒരു ആവറേജ് പടം അത്രേ ഉള്ളൂ. നന്നായിട്ടുണ്ട്. എന്താണ് ഇഷ്ടപ്പെട്ട പടത്തിൽ? ത്രില്ലിംഗ് ആണ്. നന്നായിട്ട് വളരെ ത്രില്ലിംഗ് ആണ്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും. നല്ല പടം. റഹ്മാൻ്റെ നല്ല ആക്ഷൻ, നല്ല പടമാണ്. നല്ല രസമുണ്ട് പടം കണ്ടുപിടിക്കുക. സെക്കൻഡ് ഹാഫാണ് നല്ലത്. ഫസ്റ്റ് കുഴപ്പമില്ലായിരുന്നു, നല്ല ആക്ടിങ് ആയിരുന്നു, പഴയ പോലെയൊക്കെ ആയിരുന്നു. സെക്കൻഡ് ഹാഫ് കൊള്ളായിരുന്നു. ഫസ്റ്റ് ഹാഫ് കുറച്ച് ആഴ്ചയിലായിരുന്നു. ഫെമിലിയറാണ്, സ്റ്റോറീസൊക്കെ ഫെമിലിയറാണ്. നല്ല പടമായിരുന്നു. പ്രത്യേകിച്ച് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ഡിഫറെൻ്റ് ടൈപ്പ് പ്ലോട്ടായിരുന്നു. ത്രില്ലിംഗ് ആണ്. അവസാനത്തെ ഒരു ക്ലൈമാക്സ് ട്വിസ്റ്റ് ഒക്കെ നല്ലതായിരുന്നു. ഭാവന നൈസായിരുന്നു, റഹ്മാനും നൈസായിരുന്നു. നല്ല പടം, മൊത്തത്തിൽ നല്ല പടം. അനോമി നല്ലതാണ്, നല്ല പടം. എന്താണ് പടത്തിൽ ഇഷ്ടപ്പെട്ടത്? ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു കണ്ടുപിടിക്കുന്ന സ്റ്റോറി. നല്ല അഭിനയം കൊള്ളാം. സാധനമാണ്, കൊള്ളാം. ക്ലൈമാക്സ് അടിപൊളിയായിരുന്നു. കൊള്ളാം. മേക്കിങ്ങിന് കൊള്ളാം. കൊള്ളാം, നന്നായിട്ടുണ്ട്. അങ്ങനെ പറയാം. ത്രില്ലിംഗ് ആണല്ലേ? അതെ.